ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാവനരി പായസമാണ്. ഇതൊരു സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഇതൊരു സ്പെഷ്യലും കൂടിയാണ്. കാരണം ഇത് കോഴിക്കോടൻ സാവനരി പായസമാണ്. പല രീതിയിലുള്ള സാവനരി പായസത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും ഇത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ടും ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ എനിക്ക് മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് അരിയാണ്. കഴുകിയായിട്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ടതാണ്. കാരണം ഇതൊരു വളരെ ലൈറ്റ് വെയ്റ്റും ഭയങ്കര ചെറുതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ഇവിടെ 2 കപ്പ് സാവനരിക്ക് 1 ലിറ്റർ പാൽ എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അളവ് മാറ്റാം, നിങ്ങളെ ആവശ്യാനുസരണം രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ അരി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് വെന്ത് ഒന്ന് തളമൊക്കെ വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് പാല് ഉപയോഗിക്കാം. പാല് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തത്. ഇവിടെ നാടൻ പാല് കിട്ടാറുണ്ട്. എല്ലാ ഈവനിങ്ങും ഇവിടെ നാടൻ പാല് വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1 ലിറ്റർ പാല് ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ആവശ്യമുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം നെയ്യിലൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്നും വീട്ടിൽ ട്രൈ ആക്കി നോക്കണം. നല്ല രസമാണ്. നമുക്ക് ഈ ഒരു മഴയൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ, ഇന്നിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു തരത്തിലുള്ള, അത്ര സമയമൊന്നും എടുക്കുന്നില്ല, കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. നമ്മൾ പാലൊഴിച്ചതിന് ശേഷം ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത്, ഞാൻ ലാസ്റ്റാണ് മധുരം ചേർത്തത്, എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരവും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചിലരെല്ലാം മഞ്ഞ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാഫ്രോണൊക്കെ പാലിൽ കലക്കിയിട്ട് ഒഴിക്കാറുണ്ട്. ഞാനിതിൽ ചെറിയ ചൂടാക്കിയിട്ട് നമ്മളെ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ കളർ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി പായസം റെഡിയാണ്. എല്ലാവരും കുടിച്ച് നോക്കുക, അഭിപ്രായം പറയാം.